ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ റോസ് നട്ടപ്പോഴത്തേക്കും എനിക്ക് കോക്കോപീറ്റ് തീർന്നു പോയി എന്ന് പറഞ്ഞില്ലേ. അപ്പം ഞാൻ കോക്കോപീറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് 2 ദിവസം മുമ്പ് പോയതാണ്. അപ്പം അവിടെ കണ്ട ചെടികളൊക്കെയാണ്. അപ്പം അതൊക്കെ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് കരുതി. പ്ലാന്റ്സ് ഇഷ്ടമുള്ള എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഈ വെള്ളത്തിയിടുന്ന ഈ ചെടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് 350 രൂപയാണ്. ഇത് ഓർക്കിഡ് അതിന് 2-3 കളേഴ്സിൻ്റെതുണ്ടായിരുന്നു. പക്ഷെ കാണാൻ നല്ല ഭംഗിയുള്ള ഇൻഡോർ പ്ലാന്റ്സ് ആണ്. ഞാൻ ചകിരിച്ചോറാണ് വാങ്ങിക്കാൻ വന്നതെങ്കിലും ഞാൻ ഈ പ്ലാന്റ്സ് ഒക്കെ നോക്കി. പക്ഷെ സാധാരണക്കാളും റോസിൻ്റെ കളക്ഷൻസൊക്കെ ഇവിടെ കുറവായിരുന്നു. സാധാരണ ഒരുപാട് കളക്ഷൻസ് ഉണ്ടാകും, എനിക്ക് തോന്നുന്നു വന്നിട്ടില്ല എന്ന്. അതേപോലെ തന്നെ ചകിരിച്ചോറിൻ്റെ ബ്ലോക്കും ഇവിടെ എനിക്ക് കിട്ടിയില്ല. പക്ഷെ ഇങ്ങനത്തെ പ്ലാന്റ്സ് ഒക്കെ ഒരുപാടുണ്ടായിരുന്നു. പ്ലാവ്, മാവ്, തെങ്ങ്, കറിവേപ്പില, കുരുമുളക്, പിന്നെ അങ്ങനത്തെ വലിയ വലിയ മരം ആവുന്ന പ്ലാന്റ്സിൻ്റെയും ഒരുപാട് വെറൈറ്റീസ് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് കരുതി. തെങ്ങിൽ തന്നെ ചെറുതും വലുതും, ചെറിയ പ്ലാന്റ്സും ഉണ്ട്, വലിയ പ്ലാന്റ്സും ഉണ്ട്. ഇതിനകത്തിന് റേറ്റ് ഒന്നും നോക്കിയില്ല, ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് പോയിന്നേ ഉള്ളൂ. ഇതാ കുരുമുളക് കണ്ടില്ലേ, ഞാൻ കാണിക്കുന്നുണ്ട്, പക്ഷെ ഇതിൽ കാണാൻ പറ്റുന്നില്ല, റേറ്റിൻ്റെ ഇതൊന്നും കാണാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ അവസാനം ഇതെല്ലാം ഞാൻ എടുത്തിട്ട് ഞാൻ പിന്നെ റോസ് പ്ലാന്റ് നോക്കിയപ്പം എനിക്കൊരു നാടൻ റോസ് എനിക്ക് ഇഷ്ടമായി. നാടൻ റോസ് എനിക്ക് വേണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ റെഡ് റോസാണ് എൻ്റെ അടുത്തുണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ ഇവിടെ നിന്ന് ഒരു വൈറ്റ് കളർ റോസിൻ്റെ ഒരു പ്ലാന്റ് കണ്ടപ്പോൾ എനിക്ക് വേണമെന്ന് തോന്നിയിട്ട് ഞാൻ ആ പ്ലാന്റുമായിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി. എനിക്ക് കോക്കോപീറ്റ് ഇവിടെ നിന്ന് കിട്ടിയില്ല. പിന്നെ ദാണ്ടേ ഈ ഒരു ബ്ലോക്ക് എനിക്ക് കിട്ടിയത് ഞാൻ വേറെ വരുന്ന വഴിയിൽ ഒരു കടയിൽ നിന്ന്, കട അടച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ചോദിച്ചപ്പം അവരുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ചെറിയ 1 കിലോയുടെ ബ്ലോക്കല്ല, വലിയ ബ്ലോക്കാണുള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വലിയ ബ്ലോക്കിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു പകുതി ഉണ്ട്, അത് മതിയോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞു. ഇത് 125 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. പക്ഷെ മതി, ഇത് വെള്ളത്തിയിട്ട് കുതിർത്തെടുക്കുമ്പം ഒരുപാട് കാണും. ആർക്കോ പകുതി പീസ് കൊടുത്തിട്ട് അതിൻ്റെ ബാക്കി ഇരുന്നിട്ടുണ്ടാവും. അതായിരിക്കും അവരെനിക്ക് പെട്ടെന്നെടുത്ത് തന്നത്. അപ്പോൾ ഇതൊന്ന് ഞാൻ വെള്ളത്തിയിട്ട് കുതിർക്കണത് ഒന്ന് കാണിച്ചു തരാം. ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ചകിരിച്ചോറ് എങ്ങനെ കുതിർക്കണമെന്ന് പറഞ്ഞിട്ട്. അത് 1 കിലോയുടെ ബ്ലോക്കായിരുന്നു. ഇത് രണ്ടും കൂടെ ചേർന്ന് 2 കിലോ. അപ്പം ഇതിൽ നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിക്കും തോറും അടിയിൽ ഇതിങ്ങനെ പൊങ്ങി വരുന്നുണ്ടായിരുന്നു. മാക്സിമം ഞാൻ വെള്ളം ആ ബ്ലോക്കിലോട്ട് ഒഴിച്ചു കൊടുത്തു. അവസാനം കൈകൊണ്ട് ഇളക്കി ഇട്ട് കൊടുത്തു. അപ്പോഴാണ് ഇടയ്ക്കൊക്കെ വെള്ളം പോയത്. ഇതാ കണ്ടില്ലേ, ഈ ബ്ലോക്ക് നന്നായിട്ട് മീതെ കുറച്ച് ഡ്രൈ ആയിട്ട് ഇരിപ്പുണ്ട്. പക്ഷെ ഞാൻ ഇനി വെള്ളം ഒഴിക്കുന്നില്ല, കാരണം അടിയിലോട്ട് വെള്ളം കിടപ്പുണ്ട്. അപ്പം നമ്മൾ അടിയിൽ നിന്ന് മുകളിലോട്ടെടുത്ത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. വീണ്ടും വെള്ളം ഒഴിച്ചാൽ ഒരുപാട് വെള്ളം കൂടിപ്പോവും. എന്നിട്ട് ഞാനത് ആ ചെടിച്ചട്ടികളിലോട്ട് ഇട്ട് കൊടുത്തു. അന്ന് നമ്മൾ പ്ലാന്റ്സ് നട്ടിട്ട് തികയാതിരുന്നില്ലേ, അതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തു. ഇത് പിറ്റേ ദിവസമാണ്. ഞാൻ വെളിയിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് വെയിൽ കൊള്ളിപ്പിച്ചിട്ട് അതിനെടുത്ത് ഒരു ചാക്കിലാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ വെളിയിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ബക്കറ്റിൻ്റെ 3/4 ഭാഗത്തോളം ചകിരിച്ചോറ് എനിക്ക് കിട്ടി. അപ്പോൾ എനിക്കിനി കമ്പോസ്റ്റിനും ചെടി നടാനൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.